എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകൾ തന്റെ പങ്കാളിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില കൊഞ്ചലുകളും കിന്നാരങ്ങളുമുണ്ട്. എന്നാൽ പുരുഷന്മാരിത് മിക്കവരും കൊടുക്കാറുമില്ല. എന്നാൽ ഇത് കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ നിങ്ങളെ പതിന്മടങ്ങ് സ്നേഹിക്കുന്നതായിരിക്കും. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തന്റെ പങ്കാളി തന്റെ സ്ത്രീയോട് എന്തു ഭംഗി നിന്നെ കാണാൻ, എൻ്റെ ഓമലാളെ എന്നൊരു പാട്ട് മൂളുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് തന്നെ. താൻ സുന്ദരിയാണെന്ന് തന്റെ പങ്കാളിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഭാര്യമാരുണ്ടോ? നിന്റെ സൗന്ദര്യം കൊണ്ടാണ് ഞാൻ വീണുപോയത്, അല്ലെങ്കിൽ നിന്റെ ആ നോട്ടം കൊണ്ടാണ് ഞാൻ എന്നിലേക്ക് അടുത്തു പോയത്, അല്ലെങ്കിൽ നിന്റെ ആ പുഞ്ചിരിയിൽ ഞാൻ മുഴുവനായി വീഴുകയായിരുന്നു എന്നൊക്കെയുള്ള തുറന്നു പറച്ചിലുകൾ ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്നവയാണ്, അതും തന്റെ പങ്കാളിയിൽ നിന്ന്. അതുപോലെ അടുത്തതായി അവളിലെ സൗന്ദര്യത്തെ തേടുക. അതെ, അവളുടെ ഏത് അവയവങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യം? അഥവാ സുന്ദരമായ അവളുടെ മാറിടങ്ങൾ, അല്ലെങ്കിൽ വിടർന്ന പൊക്കിൾ ചുഴി, അല്ലെങ്കിൽ മാംസളമായ ആ നിതംബം, അല്ലെങ്കിൽ അവളുടെ മനോഹരമായ ചുണ്ടുകൾ. ഇവയിൽ ഏതാണ് നിങ്ങളെ ആകർഷിച്ചത് എന്ന് അവളോട് തന്നെ എടുത്തു പറയുക. ഇത് അവളെ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. അടുത്തതായി അവൾക്ക് സമ്മാനങ്ങൾ നൽകുക. നിങ്ങൾ എത്ര കാലം കഴിഞ്ഞു അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയിട്ട് ഒന്ന് ഓർത്തു നോക്കൂ. അതെ, സർപ്രൈസ് ഗിഫ്റ്റുകൾ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ ഒരു സർപ്രൈസായി ഒരു യാത്രയോ അല്ലെങ്കിൽ ഒരു സമ്മാനമോ അവൾക്കായി നൽകൂ. ഇത് നിങ്ങളിലേക്ക് അവൾ കൂടുതൽ അടുക്കാൻ കാരണമാക്കും. അടുത്തതായി കിടപ്പറയിൽ അവളാണ് നിങ്ങളുടെ രതി ദേവത എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. അവൾ എത്രത്തോളം നിങ്ങളിലേക്ക് അനുഭൂതിതരമായി അടുക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതെ, നിങ്ങളോടൊത്തുള്ള അവളുടെ നിമിഷങ്ങളും അവളോടൊത്തുള്ള നിങ്ങളുടെ നിമിഷങ്ങളും ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുഭവപ്പെട്ടേക്കുന്നു എന്ന് അവളോടൊന്ന് പറഞ്ഞു നോക്കൂ. ഇതുപോലെ എന്നെ ആവേശത്തിലാക്കാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നതുപോലും നിങ്ങൾ അവളിലേക്ക് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ കിടപ്പറ കൂടുതൽ കൂടുതൽ ഉല്ലാസഭരിതമാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതെ, കിടപ്പറയിൽ കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ പ്രശംസിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കിടപ്പറ പൂർണ്ണമാവില്ല. അതുകൊണ്ട് പങ്കാളിയെ പരസ്പരം പ്രശംസിക്കുക. അമിതമായി കളവ് പറഞ്ഞ് പ്രശംസിക്കരുത്. ഉള്ളത് നല്ല രീതിയിൽ പ്രശംസിച്ചു നോക്കൂ. ഈ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പറയിൽ കാണാവുന്നതായിരിക്കും.